നമ്മുടെ നാട്ടിലൊരു അലിഖിത നിയമമുണ്ട്. ചിലരെ വിമർശിക്കാൻ പാടില്ല. ദൈവത്തെപ്പോലെ കണ്ട് താണ് വണങ്ങിക്കൊള്ളണം. അതിലൊരു വിഭാഗക്കാരാണ് തന്ത്രിമാർ. നിങ്ങളെ ഈ ശബരിമല താഴമൺ കുടുംബവുമായി ബന്ധപ്പെട്ട് 3 തന്ത്രിമാരെ കാണിക്കാം. ദേ, ആദ്യത്തേത് കണ്ഠരർ മോഹനർ. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതേ നോക്കിയേ. കേരളത്തിലെ ഏക പെൺഗുണ്ട ആരാണ്? ശോഭ ജോൺ. ശോഭ ജോണുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു അവിഹിത ബന്ധത്തിന് പോയതിൻ്റെ കഥ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഈ വ്യഭിചരിക്കാൻ കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് തട്ടിയത്രേ. ഒന്ന് ആലോചിക്കുക. ഉറുമ്പിനെ പോലും നോവിക്കാത്ത ബ്രാഹ്മണനാണ്. പക്ഷേ സ്ത്രീ എന്ന് കേട്ട വീക്ക്നെസ് ആണ്. അങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ പെൺഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ശോഭ ജോൺ ഇദ്ദേഹത്തെ കറക്കി ഈ പരിപാടിക്ക് കൊണ്ടുപോയതിന് ശേഷം അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നു. ആ വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി. പിന്നെ പൈസയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. അവിടെ കാലും നീട്ടി അങ്ങോട്ട് ഇരുന്നിട്ട് ഈ ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും 1-2 ലക്ഷം രൂപയാണ് ദക്ഷിണയായിട്ട് കിട്ടുന്നത്. ആ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് തിന്നുന്ന പൈസയാണല്ലോ. അത് കയ്യിൽ അമിതമായി വന്നു ചേരുമ്പോൾ അത് പിന്നെ എന്ത് ഉപയോഗപ്പെടുത്തണം? കുറച്ച് നമുക്ക് സുഖലോലുപതകൾ തേടി പോകണ്ടേ? അങ്ങനെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ഠരർ മോഹനർ എന്ന് പറയുന്ന ഈ മഹാനെ അന്ന് കേസും വഴക്കും ഒക്കെ ആയി കോടതി കേസായത്. പിന്നീട് ഇദ്ദേഹം തന്നെയാണ് ഒരിക്കൽ ഈ ശബരിമലയ്ക്കകത്ത് ഒരു സിനിമാ നടിയെ കയറ്റി, അതും ബോളിവുഡ് നടിയെ കയറ്റി വിഗ്രഹത്തിൽ തൊടിയിച്ചു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. മഹാനാണല്ലോ, വന്ദിക്കപ്പെടേണ്ടതാണല്ലോ. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും വലിയ വിവാദങ്ങളായിട്ടോ വാർത്തകളായിട്ടോ ഇവരുടെയൊക്കെ രീതികൾ തെറ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അവരെന്നിട്ടും ഈ നാട്ടിൽ മഹാത്മാക്കളായി അങ്ങ് വാഴിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ആൾ, ഇതേ നോക്കിയേ. ഇന്നിപ്പോ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുകയാണ് അയ്യപ്പനെ സേവിച്ചുകൊണ്ടിരുന്ന കണ്ഠരർ രാജീവർ. ഈ കണ്ഠരർ രാജീവർ എന്ത് പ്രവൃത്തിയാണ് ചെയ്തിരുന്നത്? അദ്ദേഹം അയ്യപ്പന്റെ സ്വർണം, കട്ടളപ്പാളി ഉൾപ്പെടെ, ഒരു കാര്യം ആലോചിക്കുക, ദേവസ്ഥാനം, ആ ദേവസ്ഥാനത്തിന്റെ മുഴുവൻ അധിപൻ, സാങ്കേതികമായി ദേവസ്വം പ്രസിഡന്റ് എന്ന് പറയാമെങ്കിലും അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്ന് പറയാമെങ്കിലും അതൊരു ക്ഷേത്രത്തിന്റെ എല്ലാ ചടങ്ങ് പ്രകാരം അല്ലെങ്കിൽ ആചാരവിധി പ്രകാരം അതിൻ്റെ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിൾ തന്ത്രിയാണ്. തന്ത്രിക്കാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. തന്ത്രിക്കാണ് ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി അതിനെ മാറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണം മങ്ങി, ദേവസ്വം പ്രസിഡന്റ് എല്ലാ ദിവസവും രാവിലെ വന്ന് സ്വർണം മങ്ങിയ നോക്കുന്നില്ലല്ലോ. ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അറിയിക്കും, സ്വർണം മങ്ങിയിട്ടുണ്ട്, എന്ത് ചെയ്യണം? ആ സ്വർണം പൂശണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഒരു പോറ്റിയുണ്ട്, അയാളെ കൈവശം കൊടുത്തു വിടണം എന്ന് ആര് കൽപ്പിക്കും? ഈ ദേവസ്ഥാനത്തിരിക്കുന്ന വ്യക്തി അങ്ങ് കൽപ്പിച്ചാൽ ദേവസ്വം പ്രസിഡന്റ് എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഒപ്പിട്ടേ പറ്റുള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു ചിട്ടാവട്ടമാണ്. പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ വലിയ വിശ്വാസ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ വാർത്തയായിട്ട് വന്നേനെ. കാര്യം ഒരു തന്ത്രിയാകുമ്പോൾ ഈ സമൂഹത്തിലെ സകലമാന മനുഷ്യരുമായിട്ട് ബന്ധമുണ്ട്. കാര്യം ഭക്തരാണെങ്കിൽ ജഡ്ജിമാർ വരെ വന്ന് കാലിത്തൊട്ട് പോയി വലിയ ദക്ഷിണ കൊടുക്കുകയും അവരുമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള വ്യക്തി ആയതുകൊണ്ട് അവരടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരടുത്ത് എന്താണോ അവിടെ ഇരുന്ന് ഇവർ കൽപ്പിക്കുന്നത് അത് ഏത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നാലും ഒപ്പിടാനേ കഴിയത്തുള്ളൂ. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഈ സ്വർണ്ണക്കച്ചവടമെല്ലാം അവിടെ നടന്നിരിക്കുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഈ പറയുന്ന രാജീവരർക്കെതിരെ ഇദ്ദേഹത്തിന്റെ അമ്മ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്വത്ത് തട്ടിച്ചതോ അവരുടെ വാഹനവുമായി ബന്ധപ്പെട്ട എന്തോ കേസ് കൊടുത്തതിന് ശേഷം ഇദ്ദേഹം അവരുടേതായിട്ടുള്ള വസ്തുവകകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഇദ്ദേഹത്തിന്റെ അമ്മ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പത്രവാർത്ത വായിച്ചതായിട്ടുള്ള ഓർമ്മകളുണ്ട്. അതാണ് കണ്ഠരർ രാജീവർ. ഇനി ഇതേ കുടുംബത്തിൽ വേറൊന്നുകൂടെ ഉണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിൽ ഒരു മരപ്പാഴായിട്ട് പരിഗണിക്കുന്ന മറ്റൊന്ന്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പൊതുശല്യമായിട്ട് കാണാൻ പറ്റുന്ന, നാട്ടിൽ എന്ത് അലവലാതിത്തരം കാണിച്ചാലും അവനെയെല്ലാം വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പൂണൂലിട്ട് നടക്കുന്ന ഇതേ കുടുംബത്തിലെ മറ്റൊരു മഹാത്മാവാണ് രാഹുൽ ഈശ്വർ. നിങ്ങൾക്കറിയാലോ, ആ രാഹുൽ ഈശ്വർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവരുടെ സഹോദരിയുടെ മകനാണ്. അദ്ദേഹം അവിടെ ശബരിമലയിൽക്കകത്തൊക്കെ കടന്നു കയറാൻ ശ്രമിച്ചു. പക്ഷേ സഹോദരിയുടെ പുത്രനല്ല, അടുത്തതായിട്ട് ഈ തന്ത്രിപദം എന്ന് പറയുന്നത് ഈ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് മാത്രം കൈമാറി പോകും. സഹോദരിയുടെ മക്കൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ വച്ചിരിക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വർ തലനാരിഴയ്ക്ക് വെളിയിലായി പോയത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യവനു എന്ത് ചെയ്യേണ്ടതാണ്? ഈ പറയുന്ന ശബരിമലയിൽ കയറി പൂജിക്കേണ്ട വ്യക്തിയാണ്.
നിങ്ങൾ തന്നെ ചിന്തിക്കും. ഇത്ര അസാൻമാർഗ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇവർ എവിടെയാണ് മഹാത്മാക്കൾ? ഇവരെവിടെയാണ് നമ്മൾ ആദരിക്കേണ്ടത്? അതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഒരു ജാതിയിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് ഇവരെ മഹാത്മാക്കളായി ഇവർ സ്വയം പിടിച്ചെടുത്തതാണ് ഈ പറയുന്ന തന്ത്രി എന്നൊക്കെ പറയുന്ന ആ പദവി എന്നൊക്കെ പറഞ്ഞാൽ. ഈ വനത്തിനകത്ത് ശബരിമല എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ, വനത്തിനകത്താണ്. ഏതെങ്കിലും ബ്രാഹ്മണൻ പണ്ട് വനത്തിനകത്ത് താമസിച്ചിട്ടുണ്ടാവൂ? ഇല്ലല്ലോ. അവിടെ മലയേറിയ വിഭാഗക്കാരുടെ ഒരു ക്ഷേത്രമാണ്. അവിടെ രാജാവ് ചെല്ലുന്നു, ഇതിനെ കണ്ടെത്തുന്നു, പിന്നീട് രാജാവിന്റെ കൂടെ അതിനകത്തേക്ക് പയ്യെ നുഴഞ്ഞു കയറിയാണ് ഈ പറയുന്ന ഇവിടത്തെ തന്ത്രി ഞാനാണെന്നൊക്കെ സ്ഥാപിച്ചെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ പാവപ്പെട്ട മനുഷ്യരുടേതാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ സ്വയം അധ്വാനിക്കാതെ ജീവിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ തന്ത്രിപ്പണി എന്ന് പറയുന്നത്. ആ തന്ത്രിപ്പണിയിലൂടെ ജോലി ചെയ്യുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ആ കഷ്ടപ്പെടുന്നതിനെ ഇത്തിള് പോലെ അവരിൽ നിന്ന് ഈ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഊറ്റി വലിച്ചെടുക്കുന്ന ഈ ടീംസിനെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. താഴമൺ തന്ത്രി കുടുംബത്തിലെ 3 വ്യക്തിത്വങ്ങളെ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഇവരാരെങ്കിലും ആദരിക്കപ്പെടേണ്ടവരാണെന്ന് അവരുടെ ബാക്ക് ഹിസ്റ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും തയ്യാറാകത്തില്ല. ഇവരെയൊക്കെ ഒരു പ്രത്യേക വിഭാഗക്കാരാക്കി അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രത്യേക സവിശേഷതകളുള്ളവരാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ഒരു വിഭാഗത്തെ എല്ലാ കാലത്തും നിയന്ത്രിക്കാനും അവരുടെ വോട്ട് ബാങ്കിനും അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഈ തന്ത്രി കുടുംബങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ്. അത് കോൺഗ്രസിലാകാം അല്ലെങ്കിൽ സംഘപരിവാറിലാകാം. ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗക്കാരാണ് ഈ പറയുന്ന തന്ത്രി കുടുംബം. ആ തന്ത്രി കുടുംബത്തിന്റെ ബാക്ക് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചതിന് ശേഷം ഇവർ പോയി ആ വിഗ്രഹത്തിൽ തൊട്ടാൽ അയ്യപ്പന് അതിൽ നിന്ന് സംതൃപ്തിയാണോ കിട്ടുന്നതില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപരസ്ത്രീയുടെ ദേഹത്ത് സ്പർശിച്ച ശേഷം രാവിലെ വന്നിട്ട് അയ്യപ്പൻ എന്ന് പറയുന്ന ബ്രഹ്മചാരിയുടെ ദേഹത്ത് തൊടുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഈ പറയുന്ന തട്ടിപ്പുകൾക്കപ്പുറത്തേക്ക് ഈ കപടന്മാരെയൊക്കെ ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ.